ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അതായത് ഇന്ന് നമ്മൾ ഒരു ചക്ക എരിശ്ശേരി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചക്ക എരിശ്ശേരി ഇത് ഞാൻ ചുളയെല്ലാം പറിച്ചെടുത്തു. ചുള മാത്രം അടത്തിയെടുത്തു, മടലൊന്നും വേണ്ട കേട്ടോ, പറിച്ചെടുത്തു. അതിനുശേഷം ചക്കച്ചുളയും ചക്കക്കുരു മാത്രം മതി കേട്ടോ. അപ്പോൾ ചക്ക എരിശ്ശേരിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ചക്കച്ചുളയും ചക്കക്കുരു മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് ചക്കച്ചുളയൊക്കെ പറിച്ചെടുത്തു. ഒരു 6 ചുളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 6 ചക്കക്കുരു. അതിനെ നമ്മൾ എന്നിട്ട് ഒരല്പം അതിൻ്റെ പാകത്തിനൊക്കെയുള്ള വെള്ളവും കുറച്ച് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പുമിട്ട് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് അത് ഒറ്റ സ്റ്റീം വന്നാൽ മതി, ഒരുപാട് അങ്ങ് ഉടയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ആവി പോയി കഴിയുമ്പോൾ എടുത്തിട്ട് ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് കുറച്ച് ഒരു അരമുടി നാളികേരവും ജീരകവും ഒരു ചെറിയ കഷ്ണം വെള്ളുള്ളിയും കൂടെ അരച്ച്, ഒരുപാട് അരയരുത്, മോരുകറിക്ക് അരിയുന്ന പോലെ അറിയാൻ പാടില്ല കേട്ടോ. അവിയലിനെക്കാട്ടിൽ ഒരു ഇത്തിരി കൂടെ അരച്ച് കലക്കിയിട്ട് അത് വറുത്തിടണം. വറുത്തിട്ടില്ല അതിൻ്റെ രുചി. ബാക്കി അരമൂടിയുടെ ബാക്കി നാളികേരം അത് വെളിച്ചെണ്ണ ഒഴിച്ച് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട്, കടുക് ഇട്ട്, ഒരു പിടി കറിവേപ്പില ഇട്ടിട്ട് അതിനെ നല്ലോണം വറക്കണം. ചെറുതായിട്ട് തീയിട്ട് നന്നായിട്ടത് വറക്കണം. നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ പിന്നെ ഇതിന് ചുമന്നുള്ളി ഒന്നും ഇടണ്ട കേട്ടോ. തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കടുവും മാത്രം മതി. ഒന്നുകിൽ നമ്മൾ ഈ വറവിലേക്ക് ഇത് കൊട്ടണം, അല്ലെങ്കിൽ ഈ എരിശ്ശേരിയിലേക്ക് വറവ് കൊട്ടണം. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ എരിശ്ശേരി. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. നോക്കൂ, എന്താ വറുത്തിട്ടിരിക്കുന്നുണ്ടോ? അതാണ് ഈ എരിശ്ശേരി. നോക്കാം, ഇത് മുകളിലാണ് നമ്മൾ വറുത്തിടുന്നത് കേട്ടോ. നാളികേരം വറുത്തിടുന്ന മുകളിലാണ്. ഇനി നമ്മൾ വിളമ്പാൻ സമയത്ത് ഇങ്ങനെ കോരി എടുത്ത് കഴിക്കണം. അപ്പോൾ ഇത് ഇളക്കണ്ട കേട്ടോ. ഇളക്കി അതിൻ്റെ രുചി പോകും. നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കണം. എരിശ്ശേരി ഒത്തിരി വെള്ളമായ കൊള്ളില്ല, ഇത്തിരി കൂടെ ആകാം, ലേശം കൂടെ. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക എരിശ്ശേരിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുമല്ലോ. എന്നാലും എൻ്റെ സരസ്വതി ടീച്ചറുടെ സ്റ്റൈലിൽ വെച്ചതാണ്. ഇതിനകത്തുനിന്ന് അന്ന് നമ്മൾ പുഴുക്കും അവിയലൊക്കെ വെച്ചില്ലേ, അതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിട്ടാ. ഇതിന്ന് ചക്കച്ചുള എടുത്തു. ചക്കക്കുരു നീളത്തിലല്ല, ഒരു 3 റൗണ്ടിൽ മുറിക്കണം. അങ്ങനെ എടുത്ത എരിശ്ശേരിയാണിത്. വറുത്തിട്ടിരിക്കുന്ന കണ്ടോ? ആ വറവലിലാണ് അതിൻ്റെ രുചി കൂട്ടുകാരെ. ഇത് ഇവിടെ ഒരുപാട് വെള്ളം എരിശ്ശേരിക്ക് ഇഷ്ടമല്ല. ഒരു ലേശം കൂടെ വേണേ നിങ്ങൾക്ക് ഒഴിക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവിടെ എങ്ങനെയാണ് ചക്ക ചുള എടുത്ത് മടല് വേണ്ട കേട്ടോ. ചുള എടുത്തിട്ട് അതിലേക്ക് ഇതൊരു 6 ചക്കച്ചുളകൾ കുറച്ച് മതിയൊക്കെ. അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ചക്കക്കുരു നമ്മുടെ ആവശ്യത്തിന്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്, എടുത്തിട്ട് അതിനെ മുറിച്ചിട്ടിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 സ്പൂൺ ഉപ്പുമിട്ട് 1/4 സ്പൂൺ മുളക് പൊടിയിട്ട് അടുപ്പത്ത് വെച്ച് ഒരു സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ, ഒരുപാട് വെന്തുപോയി കൊള്ളില്ല, ഒരു സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിനെ അടുപ്പ് ഓഫാക്കി, തീ ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മാറി പോയപ്പോൾ ജീരകവും ചെറിയ കഷ്ണം വെളുത്തുള്ളി പിന്നെ നാളികേരവും കൂടെ അരച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യണം, അരവ് യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വറവലിലാണ് എരിശ്ശേരിയുടെ രുചി കേട്ടോ. ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ മൂക്കുമ്പോൾ കടുക്, വറ്റൽമുളക് ഇത് 2 ഇട്ട് അത് മൂക്കുമ്പോൾ നമ്മൾ ഒരു അരമുടി നാളികേരം ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായി
വറവലിൻ്റെ കൂടെ കറിവേപ്പില ഇടണം. എന്നിട്ട് അതിനുശേഷം നാളികേരം ഇട്ട് നന്നായി വറക്കണം. ചെറിയ തീയിൽ കിടന്ന് പാകത്തിന് വറക്കണം. പാകത്തിന് നാളികേരം വറുത്തിരുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതിനുശേഷം അത് ഒന്നുകിൽ ഈ ചീൻചട്ടിയിലേക്ക് നമുക്കിടാം, അല്ലെങ്കിൽ എരിശ്ശേരിയിലേക്ക് നാളികേരം കൊട്ടാം, അത് ഒഴിക്കാം. എന്നിട്ടത് ഇളക്കരുത്. ഓരോരുത്തർക്കും കൊടുക്കാൻ നേരത്താണ് നമ്മളിത് ഇളക്കി എടുത്ത് ഇളക്കണ്ടെങ്കിൽ വറവോടുകൂടി നമ്മൾ ഓരോരുത്തർക്കും വിളമ്പണം. നല്ല രുചികരമായിട്ടുള്ളൊരു എരിശ്ശേരി ഇത് കേട്ടോ. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. സൂപ്പർ, നല്ലതാണ്. മത്തങ്ങ എരിശ്ശേരി, എരിശ്ശേരി പലവിധമുണ്ട്. മത്തങ്ങ എരിശ്ശേരി, ചക്ക എരിശ്ശേരി, ചേന എരിശ്ശേരി, കായ എരിശ്ശേരി, ഇങ്ങനെ ഒരുപാട് എരിശ്ശേരികളുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കാണും. ചക്കയുടെ കാലം കഴിയാറായില്ല. ഞാനെല്ലാം ലാസ്റ്റിലായിപ്പോയത് ചക്ക വാങ്ങിച്ചതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവരും ഇന്ന് എൻ്റെ ഊണിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഉണ്ണി വഴുതനങ്ങ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വഴുതനങ്ങ എങ്ങനെയായിരുന്നു ഈ വഴുതനങ്ങയുടെ മെഴുക്കുവരട്ടി വെച്ച്? കുട്ടിയെ എങ്ങനെയാ വഴുതനങ്ങ മെഴുക്കുവരട്ടി വെച്ച്? വറുത്ത അതെങ്ങനെയാ? അതൊക്കെ ഇഷ്ടം. പറയുന്നു ഇതൊക്കെ പറയുകയെ കേട്ടെ. ഇനി അവിടെ നിൽക്കരുത്, ഇതിനെ കാണുന്നില്ല. ഉപ്പ, മഞ്ഞപ്പൊടി, ഉപ്പ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു ലേശം മസാലപ്പൊടി, നാരങ്ങാമീല് അത് പെരട്ട് മിക്സ് ചെയ്ത് വഴുതനങ്ങ ചെറുതായി കഴിഞ്ഞ് വറുത്തതാണിത്. നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലതാണ്. അതെ. പക്ഷേ നിങ്ങൾ എനിക്ക് വെളിച്ചെണ്ണയൊക്കെ പറ്റാത്ത ടീച്ചർ പിന്നെ എന്തിനാ ഇത്രയൊക്കെ ചോദിക്കും. ഇതൊക്കെ കാണുന്ന ഒരു മാസം വിജയ മാഷക്ക് വേണ്ടിയാ കേട്ടോ. ഞാൻ ഇതിന് അത്ര എടുക്കണം. ഓരോ ഓരോന്ന് വെച്ചാൽ മതിയോ? അപ്പം നമുക്ക് ഇന്നത്തെ ഊണ് വഴുതനങ്ങ വറുത്തത്. ചോറെടുക്കണം കുട്ടി, എടുക്കാം. എടുക്കാം. ഇത് ചോറ് തന്നെ എടുക്കാം. ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ വഴുതനങ്ങ വറുത്തത്, പഴുത്തോമയ്ക്ക പച്ചടി, പിന്നെ എരിശ്ശേരി, വെള്ളം കൂടെ ആകായിരുന്നു കേട്ടോ. എരിശ്ശേരി, പച്ചടി, എരിശ്ശേരി, ഇത്തിരി ചോറ് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ പച്ചടി, പഴുത്ത പപ്പാളങ്ങ പച്ചടി, പിന്നെ ഇന്നത്തെ പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട്, അപ്പഴും കാച്ചൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ മാഷൊക്കെ എനിക്കല്ല കേട്ടോ. ഞാൻ ഈ എരിശ്ശേരിയും കൂട്ടും, ശകലം പച്ചടിയും എടുക്കും. നല്ല ചൂട് ചോറ് എന്താ സരസ്വതി ടീച്ചർ ഊണിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നോക്കൂ, ചോറ് ഇത്രേ പാടുള്ളൂ കേട്ടോ എനിക്ക് കേട്ടോ. ചോറ്, പച്ചടി, എരിശ്ശേരി, പിന്നെ വഴുതനങ്ങ വറുത്തത്. എല്ലാവരും ഊണ് കഴിക്കാൻ വരൂ. എല്ലാവർക്കും ഞാൻ ഒരു സുദിനം നേരുന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഇന്നപ്പോൾ പപ്പാളങ്ങ പച്ചടി, പഴുത്ത പപ്പാളങ്ങ പച്ചടി, വഴുതനങ്ങ വറുത്തത്, ചക്ക എരിശ്ശേരി, ഇതൊക്കെയാണെന്ന് ടീച്ചർ ഇവിടുത്തെ ഉച്ചവിഭവങ്ങൾ. നിങ്ങളെല്ലാവരും ഞാൻ ഈ ഊണിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഇതിലെ എരിശ്ശേരി പച്ചടി മാത്രം ഞാൻ കൂട്ടും. ബാക്കിയൊക്കെ വിജയമാഷക്ക് വേണ്ടിയാണ്. ഒരുപാട് കൂട്ടാനൊക്കെ
ആകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കൊച്ചുറാണി ഇതൊക്കെ കണ്ടതിൽ പ്രത്യേകം പറഞ്ഞു, ടീച്ചർ എണ്ണ ഒരു 1-2 കൂട്ടാൻ വെച്ചാൽ മതി, ഒരുപാട് വയ്ക്കുമ്പോഴേ ഒരുപാട് ഉപ്പും എണ്ണയൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലുന്ന. ഞാനപ്പോൾ അവളോട് നല്ലടി, ഞാനൊന്നും അതിലൊക്കെ കൂട്ടുള്ളൂ, ഇത് വിജയമാഷക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ ടീച്ചറെ അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഇന്നലെ ഒരു യാചകൻ പാവം ഇതിലെ പോയി വീട്ടിലേക്ക് വന്നു. ഞാനിപ്പം അദ്ദേഹത്തെ നമ്മുടെ രജനിക്കുട്ടി പോവുക, അപ്പം ഞാൻ അവളോട് ശരി പറഞ്ഞതാണ്. യാചകൻ പാവം ഇങ്ങനെ ഇതിനു മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും പാട്ട് പാടിച്ചിട്ടൊന്നുമില്ല. ആ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ പൈസ കൊടുത്തങ്ങ് വിടുക പല്ല്. പക്ഷെ ഇന്നലെ എനിക്കെന്തോ തോന്നി ഇദ്ദേഹത്തെ കൊണ്ട് പാടിച്ചാലൊന്നോ. അങ്ങനെ ഞാൻ ഒന്ന് പാടിച്ചപ്പോഴാണ് ആരും പാട്ട് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ചിലർ ഉമ്മർത്തു നാട്ടി വിടും, ചിലർ അല്ല ഒത്തിരി എന്തെങ്കിലും കൊടുത്തു ഓടിക്കും. ഈ പാവങ്ങളുടെ കഴിവും നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ട് ആ പാവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ? കുറച്ച് പേര് കാണുമ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് എന്തെങ്കിലും അതിനെ ഒരു സഹായം കിട്ടിയാലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.